തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം. മനോജ് ചേട്ടനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനോജ്, തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷൻ അനാസ്ഥയ്ക്കെതിരെയാണ് ഇപ്പോൾ ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര പ്രതിഷേധം ശക്തമാകുകയാണ്. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി കൗൺസിലർമാർ തന്നെ മേയറുടെ ചേംബറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ തൃശൂർ നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ വെള്ളം കയറിയിട്ടും വീടുകളിലടക്കം വെള്ളം കയറിയിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായില്ല. ഈ മഴക്കാലത്തിന് മുൻപായിട്ട് ചെയ്യേണ്ട ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല. അതിന്റെ ടെൻഡർ നടപടികൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ നഗരത്തിലെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഈ റോഡുകളൊക്കെ തന്നെ വെള്ളം കയറി ഗതാഗത കുരുക്കുണ്ടാകുകയും അതോടൊപ്പം തന്നെ പല കടകളിലേക്കും വെള്ളം കയറുകയും അതോടൊപ്പം വീടുകളിലേക്കും ആശുപത്രികളിലേക്കും ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ കോർപ്പറേഷനും മേയർക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നത്. കാരണം കൃത്യമായിട്ടും ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയില്ല എന്നുള്ള ആരോപണം തന്നെയാണ് ഉയരുന്നത്. അതിൽ തന്നെയാണ് ഈ പ്രതിഷേധവും നടക്കുന്നത്. ഇപ്പോൾ ബിജെപി കൗൺസിലർമാരാണ് ഈ മേയറുടെ ചേംബറിലേക്ക് എത്തി പ്രതിഷേധം നടത്തുന്നത്. ഇതേസമയം മേയർ ഈ തൃശൂർ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു കാര്യത്തിൽ, അതായത് കൃത്യമായും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട മേയർ ഈ സ്ഥലത്തില്ല. അതിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഉയരുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള അനാസ്ഥയാണ് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ബിജെപി ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും ബിജെപി കൗൺസിലർമാർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി പോകാം. ഈ ഒരു പ്രതിഷേധം അത് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മേയറുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നടന്നിട്ടില്ല? തീർച്ചയായിട്ടും ഈ വർഷക്കാലം എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യമായിട്ട് വരുന്ന സംഭവമല്ലല്ലോ. അതായത് സീസണിൽ മഴക്കാലം വരുന്നുള്ളത് ഇവിടെ ഭരണസമിതിക്കും മേയർക്കൊക്കെ മുൻകൂർ ധാരണയുള്ളതാണ്. ഞങ്ങൾ ഏകദേശം ഒരു മാസം മുമ്പ് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി കൗൺസിലർമാര് മേയർക്ക് ലെറ്റർ കൈമാറിയിട്ടുള്ളതാണ്. അടിയന്തരമായിട്ട് ഈ മഴ വരുന്നതിന് മുമ്പ് പ്രധാന തോടുകളെല്ലാം ക്ലീൻ ചെയ്ത് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടി വേണമെന്ന് ഞങ്ങൾ ഒരു മാസത്തോളം ലെറ്റർ കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയില്ല. ഇപ്പൊ ഇന്നലെ പെയ്ത ഒരു മഴയിലാണ് നഗരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും, റോഡായാലും സ്ഥാപനങ്ങളായാലും എല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ട് കോടികളുടെ നഷ്ടമാണ് ഈ നഗരത്തിൽ നടന്നിട്ടുള്ളത്. അതിന് മറുപടി പറയേണ്ട ആൾ മേയറാണ്. ഇത് മേയറോട് മറുപടി പറയിക്കണം. ഈ നഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. ഈ സമയത്ത് മേയർ ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും മേയർ ഓടി ഒളിച്ചേക്കാണ്. എവിടെയാ പോയേക്കുന്നത് ഇവിടെ ആർക്കും അറിയിട്ടില്ല. ഈ നഗരപിതാമാരെ വെള്ളത്തിൽ മുങ്ങിയേക്കുമ്പോ നഗരപിതാവ് ഓടി ഒളിച്ചേക്കാണ്. ഈ മേയറാണ് ഇവിടെ ജനങ്ങൾക്ക് വലിയ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. നഗരത്തിനെ വെള്ളക്കെട്ടിലാക്കിയിട്ട് മേയർ ഓടി ഒളിച്ചേക്കാണ്. ഇതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇതിൽ പെരുമാറ്റച്ചട്ടം നിലനിന്നതാണ് ഈ ഫണ്ട് വിനിയോഗിക്കാൻ പ്രശ്നമായത് എന്നുള്ള കാര്യമാണ് ഉന്നയിക്കുന്നത്. ഇത് മുമ്പേ ചെയ്യാലോ. ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പേ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം. കാരണം ഇലക്ഷൻ വരുമ്പോ ഇതില് ഫണ്ട് വിനിയോഗത്തിന് നിയന്ത്രണം ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ വർഷകാലം വരുന്നുണ്ടെന്നും എല്ലാം ഇവിടെ നമുക്ക് ബോധ്യമുള്ളതല്ലേ. അപ്പൊ ഇത് നിയന്ത്രണം വരുന്നതിന് മുമ്പേ ഇതിന്റെ നടപടിക്രമങ്ങൾ ടെൻഡർ വെച്ച് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. അത് കാലകാലങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചയാണ് ഈ ജനജീവിതം ഇത്രയും ദുരിതത്തിൽ വരാനുള്ള കാരണം. എന്താണ് വാർഡുകളിലെ അവസ്ഥ? എന്താണ് ഇപ്പോ? എല്ലാ വാർഡുകളിലും തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ ഡിവിഷനുകളിലും എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തതിന്റെ വീഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരു മഴ മാത്രമാണ് ഇപ്പൊ തൃശ്ശൂർ പെയ്തിട്ടുള്ളത് കാര്യമായിട്ട്. ആ ഒരു മഴയ്ക്ക് തന്നെ ഇവിടെയുള്ള ആശുപത്രികളിലും ഇവിടെയുള്ള സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും വീടുകളിലും വെള്ളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇത്തവണ വെള്ളം കയറിയിട്ടുള്ളത്, ഒരു മഴയ്ക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഇത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു, അവർ ചെയ്തിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ അപ്പുറത്ത് തന്നെ, ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് ദിവസങ്ങളിൽ തന്നെ നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നതാണ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന്. അന്ന് മേയർ പറഞ്ഞ അടിയന്തരമായി ചെയ്യാമെന്നാണ്. അന്നും അദ്ദേഹം ചെയ്തില്ല. അതിനുശേഷം 2 കൗൺസിൽ യോഗങ്ങൾ ഉണ്ടായി. 2 കൗൺസിൽ യോഗങ്ങളിലും ബിജെപി കൗൺസിലർമാർ ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്, ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് മഴക്കാലപൂർവ്വ ശുചീകരണമായിരുന്നു. അതിനുവേണ്ട നടപടികളും മേയർ എടുത്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ മേയർ ഇവിടെ സ്ഥലത്തിൽ ഇത്രയും മഴയിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ നഗരത്തിൽ ഉണ്ടായിട്ട് മേയർ ഇവിടെ സ്ഥലത്തില്ല.
ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കിയിട്ട് മലിനജലമാണ് പല വീടുകളിലും പോകുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ ഉണ്ടാവുന്ന ഇനി അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷങ്ങൾ നമ്മൾ ഉണ്ടായിട്ടില്ല, കൃത്യമായിട്ട് നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണം ആവശ്യപ്പെട്ട് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയാണ് ആദ്യമായിട്ട് പല വീടുകളിലും വെള്ളം കയറുന്നത്. പ്രളയത്തിൽ പോലും കയറാത്ത വീടുകളിൽ പോലും ഇത്തവണ വെള്ളം കയറിയിരിക്കുകയാണ്. തീർച്ചയായും ഈ മേയർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സമയത്ത് മേയർ ഈ സ്ഥലത്തില്ല എന്നുള്ളതാണ്. ഈ ജനങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടുകളിലും അതോടൊപ്പം അവരുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി വീടുകളൊക്കെ ഭാഗികമായി തകരുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളക്കെട്ടൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലായതാണ്. റോഡിലും വീടുകളിലും ഒക്കെ ഈ വെള്ളം നിറഞ്ഞു കവിയുമ്പോഴും ഇതിന് അധികൃതർ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു പരാതി ഉയർന്നു വരുന്നു. അതിന് പിന്നാലെയാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മേയറുടെ ചേംബറിന് മുന്നിലാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും രാവിലെ മറ്റ് കക്ഷികളുടെ പ്രതിഷേധം, കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതിന് ലഭിക്കുന്നില്ല എന്നാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് ഈ ഒരു ഫണ്ടുകൾ വിനിയോഗിക്കാൻ കാരണമായത് എന്നാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പോലും ഒരു വിലയിരുത്തൽ. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താമെന്നും കൃത്യമായും ആ ഫണ്ടുകൾ വിനിയോഗിക്കാമായിരുന്നുവെന്നും ആണ് ഈ കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തരമായി യോഗം വിളിച്ചു. ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. എന്തായാലും ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ മേയർ ഉൾപ്പെടെ ഉല്ലസിക്കാൻ പോയിരിക്കുന്നതെന്നാണ് BJP ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിലനിന്നിട്ട് നഗരത്തിലാകെ തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ട് മേയർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുകയാണ്. അതിനാണ് മനോജ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മനോജാണ് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.